ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് കൃഷി വീഡിയോ ഒന്നും അല്ല, ഇന്ന് നമ്മുടെ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് റാഗി ദോശ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ റാഗി ദോശ ഉണ്ടാക്കുന്നതിന് ഒന്ന് രണ്ട് ഐറ്റം അത്യാവശ്യമാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിനി സാധനങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ഈ റാഗി ദോശ ഉണ്ടാക്കുന്നതിന് നമുക്ക് ആദ്യം തന്നെ റാഗി പൊടി വേണം, പിന്നെ ഒരു 3/4 ഗ്ലാസോളം ഉഴുന്ന് വേണം, ഒരു 3/4 ടീസ്പൂൺ ഉലുവ വേണം, പിന്നെ അതേ സ്പൂണിന് തന്നെ ഒരു 4 സ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട്. അപ്പം 3/4 ഗ്ലാസ് ഉഴുന്ന് നമ്മളെടുത്ത അതേ ഗ്ലാസ്സിന് തന്നെ 2 ഗ്ലാസ് നമ്മൾ റാഗി പൊടിയാണ് എടുക്കുന്നത്. ഇപ്പോൾ റാഗി പൊടി നമ്മുടെ ഇല്ലയെന്നുണ്ടെങ്കിൽ റാഗി ഹോളായിട്ട് കിട്ടുമല്ലോ, അതിട്ടാലും മതിയാവും. ഇനി നമുക്കിത് ഉഴുന്നും നമ്മുടെ ഉലുവയും കൂടെ നല്ലതുപോലെ വെള്ളത്തിൽ കുതിർക്കണം. നമ്മൾ ദോശ പച്ചരി ഇട്ടിട്ട് ദോശ ഉണ്ടാക്കുമല്ലോ, അതുപോലെ തന്നെ നമ്മൾ 2 മണിക്കൊക്കെ നമ്മൾ ഇത് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം രാത്രി ഒരു 7 മണിയോ 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അരച്ച് വെക്കുക. എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മളിത് ദോശ ഇടാനായിട്ട് കലക്കി എടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിനകത്ത് വെള്ളം ഒഴിക്കാം. അപ്പം മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും കുതിർന്നതിന് ശേഷം നമുക്കിനി ഈ എല്ലാ സാധനവും കൂടെ ചേർത്ത് നമുക്കിനി അരച്ചു കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ രാത്രിയിൽ ഇത് അരച്ച് വെച്ചതിന് ശേഷം രാവിലെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങിയിരിക്കും. അതിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ചൂടായി ഇരിക്കുന്ന തവയിലോട്ട് നല്ലതുപോലെ ഒരു തവി മാവ് ഒഴിച്ചിട്ട് നല്ലതുപോലെ നൈസായിട്ട് നല്ലതുപോലെ പരത്തിയെടുക്കാം. ഇപ്പം നമ്മുടെ തവയിലോട്ട് നമ്മുടെ ദോശമാവ് ഒഴിച്ചു കൊടുത്തു. അതിനകത്തോട്ട് ഒരു സ്വല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നതായിരിക്കും, നല്ല റിച്ചും ആയിരിക്കും. അതിനകത്തോട്ട് ഒരു സ്വല്പം പഞ്ചസാരയും കൂടിയിട്ട് നമ്മൾ അടച്ചങ്ങ് എടുക്കാമെന്നുണ്ടെങ്കിലുണ്ടല്ലോ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഇത് സ്കൂളിൽ കൊടുത്തു വിടാനും അതുപോലെ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ കഴിക്കാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. വലിയവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചമ്മന്തിയും കൂടെ ഒക്കെ അരയ്ക്കാം. അപ്പോൾ അതും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ചട്നി നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, സ്വല്പം ഒരു സ്പൂണോളം കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, കുഞ്ഞ് കഷ്ണം ഇഞ്ചി, പിന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 4-5 കാന്താരി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതിന് മിക്സിക്കകത്ത് നല്ലതുപോലെ അരച്ചും കൊണ്ടുവരാം. അങ്ങനെ നമ്മുടെ റാഗി ദോശയും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, നല്ല അടിപൊളിയാണ് കഴിക്കാനായിട്ട്. ഇത് ഏത് കറി കൂട്ടി കഴിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ചട്നി ഉണ്ടാക്കിയേക്കുന്നേ ഉള്ളൂ. ഇറച്ചിക്കറിയോ അതുപോലെ സാമ്പാർ, കടലക്കറി, എന്ത് കറിയുടെ കൂടെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ നോർമലി എല്ലാവരും ഇത് റാഗി വെച്ചിട്ട് കുറുക്കുണ്ടാക്കുക അല്ലെങ്കിൽ പുട്ടുണ്ടാക്കുക ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഇതേ മാവ് കൊണ്ട് തന്നെ ഇതിനകത്ത് തേങ്ങയും ശർക്കരയും കൂടെ ചേർക്കാന്നുണ്ടെങ്കിൽ വട്ടയപ്പം ആക്കാം. ഈ ദോശമാവ് തന്നെ ഇഡ്ഡലിയും ആക്കാവുന്നതാണ്. അപ്പം വെറൈറ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റാഗി ദോശ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.